അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബുവിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. കൊച്ചിയിലെ സ്പെഷ്യൽ സെൽ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് 3 മണിക്കൂർ ചോദ്യം ചെയ്തത്. തനിക്ക് കണക്കിൽപ്പെടാത്ത ഭൂമിയോ നിക്ഷേപമോ ഇല്ലെന്ന് ബാബു പ്രതികരിച്ചു. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് അറിയിച്ചു. രാവിലെ 10:30ഓടെയാണ് കെ ബാബു വിജിലൻസ് ഓഫീസിൽ ഹാജരായത്. തുടർന്ന് ഡിവൈഎസ്പി ബിജി ജോർജിന്റെ നേതൃത്വത്തിൽ ബാബുവിനെ ചോദ്യം ചെയ്തു. അന്വേഷണവേളയിൽ ബാബുവിന്റെയും ബിനാമികളുടെയും വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ബാബുവിനെ ചോദ്യം ചെയ്തത്. ഭൂമി ഇടപാടുകളെക്കുറിച്ചും ബാങ്ക് ലോക്കർ സംബന്ധിച്ചും ബിനാമി ബന്ധത്തെക്കുറിച്ചുമെല്ലാം വിജിലൻസ് ബാബുവിൽ നിന്ന് വിശദമായി മൊഴിയെടുത്തു. എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ബാബു വിജിലൻസിനോട് നിഷേധിച്ചതായാണ് വിവരം. ഇന്ത്യയിലോ വിദേശത്തോ തനിക്ക് നിക്ഷേപമില്ലെന്നും കണക്കിൽപ്പെടാത്ത ഒരു തുണ്ട് ഭൂമി പോലും തനിക്കില്ലെന്നും ചോദ്യം ചെയ്യലിന് ശേഷം ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും സ്ഥലത്തിൽ എനിക്ക് 1 രൂപയുടെ നിക്ഷേപം പോലും ഇല്ല. ഞാൻ കഴിഞ്ഞ 25 കൊല്ലമായി ഗവർണർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കണക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിട്ടിട്ട് 1 ഇഞ്ച് ഭൂമി എനിക്കില്ല. ബാബു നൽകിയ മൊഴി വിജിലൻസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. മൊഴിയിൽ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകർ മർദ്ദിച്ച സംഭവത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിന് പോലീസിനെതിരെ കേസ്. അകാരണമായി കേസെടുത്തതിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനിൽ, എന്തായാലും ഒരു കാരണവുമില്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വഞ്ചിയൂർ വിജിലൻസ് കോടതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ അഭിഭാഷകർ കല്ലെറിയുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ മാധ്യമപ്രവർത്തകരുടെ അഭിഭാഷകർ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ മാധ്യമപ്രവർത്തകർ അതിനെ പോലീസിൽ പരാതി നൽകിയിരുന്നു. അത് കേസെടുക്കുന്നതിൽ വൈകുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ആക്ഷേപം ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് മാധ്യമപ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് കാട്ടി മാധ്യമപ്രവർത്തകർ പോലീസിന് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. അകാരണമായി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത നടപടി അന്വേഷിക്കണം എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് അന്വേഷിച്ച റിപ്പോർട്ട് 1 മാസത്തിനകം തന്നെ സമർപ്പിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം മോഹൻദാസിനെ മോഹൻകുമാർ ഉത്തരവിട്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ ഒരു പൊതുതാൽപര്യ ഹർജി വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവും വന്നത്. എന്തായാലും സുനിൽ, ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതിനെതിരെ അഭിഭാഷകർ നടത്തിയ ഈ കാടത്തം, അതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലപാട് അതെന്താണ്? അതായത് മാധ്യമപ്രവർത്തകരുടെ കർത്തവ്യം തടസ്സപ്പെടുത്തുന്നതിനാണ് അഭിഭാഷകർ ശ്രമിച്ചത് എന്നുള്ളൊരു വിലയിരുത്തലാണ് മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. കാരണം മാധ്യമപ്രവർത്തകർ കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് വിജിലൻസ് കോടതിയിലെത്തിയത്. ആ മാധ്യമപ്രവർത്തകരെയാണ് അവിടെ നിന്ന് ഇറക്കി വിടുകയും സ്ത്രീകൾക്ക് നേരെ തന്നെ അസഭ്യവർഷം ചൊരിയുകയും ചെയ്ത അഭിഭാഷകർ രംഗത്തെത്തിയത്. അതിനുശേഷം അവരുടെ OB വാഹനങ്ങൾ അടക്കമുള്ളവയിലേക്ക് കല്ലെറിയുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. ഈ സംഭവം അന്ന് തന്നെ എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായി വരികയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പോലീസുകാർ ഈ സമയത്ത് വേണ്ട രീതിയിൽ ഇടപെട്ട് നടപടി സ്വീകരിക്കാതെ തിരിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയതെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിലയിരുത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിനെതിരെ കേസെടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് മനുഷ്യാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മുൻ UDF സർക്കാരിന്റെ കാലത്ത് നടന്ന ബന്ധു നിയമന കേസിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ പരാതിക്കാരനോട് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം. മുൻ മന്ത്രിയായിരുന്ന അനൂപ് ജേക്കബിന്റെ ഭാര്യയ്ക്കും സഹോദരിക്കുമെതിരായ കേസിൽ അന്വേഷണം നടക്കുന്നതായി വിജിലൻസ് സംഘം കോടതിയെ അറിയിച്ചു. വിജിലൻസിനോട് അന്വേഷണ റിപ്പോർട്ട് ഡിസംബർ 4-ന് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, 7 മുൻ മന്ത്രിമാർ, മുൻ MLA-മാരടക്കം 10 നേതാക്കൾ നടത്തിയ 16 നിയമനങ്ങൾക്ക് എതിരെയാണ് ഹർജി. ഡേവിഡ് ലാലി കേസ് കോടതി വിശദമായ പരിശോധനയ്ക്ക് ഈ മാസം 10-ലേക്ക് മാറ്റി. സുപ്രീംകോടതി വരെ ശിക്ഷ ശരിവെച്ച ക്രിമിനൽ കേസിലെ കുറ്റവാളി ഡേവിഡ് ലാലിയെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജയിൽ ശിക്ഷ ഒഴിവാക്കി കൊടുത്തതിനെതിരെയാണ് ഹർജി. മാധ്യമ അഭിഭാഷക തർക്കം പരിഹരിക്കാൻ ഊർജിത ശ്രമം നടത്തുന്നതായി കേരള ഹൈക്കോടതി സുപ്രീംകോടതിയെ അറിയിച്ചു. മാധ്യമപ്രവർത്തകർക്ക് ഹൈക്കോടതിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം മീഡിയ റൂം തുറക്കുന്നത് സംബന്ധിച്ച് ഇപ്പോഴും എതിർപ്പുണ്ടെന്നും ഹൈക്കോടതി സമ്മതിച്ചു. കേരളത്തിലെ കോടതികളിൽ പ്രവേശിക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് വിലക്കുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച്
കേരള പത്രപ്രവർത്തക യൂണിയൻ സുപ്രീം കോടതിയിൽ നൽകിയ കേസിലാണ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത്. മാധ്യമ അഭിഭാഷക തർക്കം പരിഹരിക്കാൻ ഊർജിത ശ്രമം നടത്തുന്നതായി ഹൈക്കോടതിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി ഗിരി അറിയിച്ചു. മാധ്യമപ്രവർത്തകർക്ക് ഹൈക്കോടതിയിൽ പ്രവേശിക്കുന്നതിന് തടസ്സമില്ല. അതേസമയം മീഡിയ റൂം തുറക്കുന്നത് സംബന്ധിച്ച് ഇപ്പോഴും എതിർപ്പുണ്ട്. എന്നാൽ മീഡിയ റൂം എന്നത് ഹൈക്കോടതി നൽകുന്ന ഒരു സൗകര്യമാണെന്നും ഇത് തുടരുന്നതിന് എന്ത് തടസ്സമാണുള്ളതെന്നും സുപ്രീം കോടതി ചോദിച്ചു. പക്ഷെ തടസ്സ കാരണം ഹൈക്കോടതി വ്യക്തമാക്കിയില്ല. പകരം മീഡിയ റൂം തുറക്കുന്നതിനെതിരായ പ്രശ്നം പരിഹരിക്കാൻ ഉന്നതതലത്തിൽ ശ്രമം നടത്തുന്നുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിനായി കുറച്ച് സമയം അനുവദിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. തുടർന്ന് കേസ് വീണ്ടും കേൾക്കാൻ അടുത്ത മാസം 7 മാറ്റി. ഇപ്പം ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു റിട്ടേൺ സബ്മിഷൻസ്, കാരണം ഇന്ന് അവർ സീരിയസ്നെസ് ഓഫ് ദ ഇഷ്യൂ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു അവർ അപ്പീൽ ചെയ്തത്. അവർക്കും ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്നുള്ളൊരു സ്റ്റാൻഡാണ് കോടതിയിൽ അവർ അറിയിച്ചത്. രമ്യമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ നിലപാടെന്ന് ജനറൽ സെക്രട്ടറി സി നാരായണൻ അറിയിച്ചു. യഥാർത്ഥത്തിൽ 3 മാസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷാവസ്ഥയ്ക്കും അതുപോലെ തന്നെ മാധ്യമ വിലക്കിനും ഒരു പരിഹാരം രമ്യമായി അത് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സുപ്രീം കോടതി അതിന് ഒരു നിയോഗം പോലെ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന ഈ കേസ് യഥാർത്ഥത്തിൽ അതിന് വഴിമരുന്നിടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ജസ്റ്റിസുമാരായ പിനാക്കി ചന്ദ്രഘോഷ്, യു ലളിത് എന്നിവരാണ് കേസ് പരിഗണിച്ചത്. കേരള പത്രപ്രവർത്തക യൂണിയനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഹാജരായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. BCCIക്ക് കൂച്ചുവിലങ്ങിട്ട് സുപ്രീം കോടതി. BCCIയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് സുപ്രീം കോടതി കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാന അസോസിയേഷനുകൾക്ക് ഫണ്ട് നൽകുന്നതും വിലക്കി. ലോധ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ലോധ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കുന്നതുവരെ സംസ്ഥാന അസോസിയേഷനുകളുമായി ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് BCCIക്ക് നൽകിയത്. സംസ്ഥാന അസോസിയേഷനുകൾക്ക് ഫണ്ട് അനുവദിക്കാൻ പാടില്ല. ലോധ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പരിശോധിക്കും. BCCIക്ക് ഏർപ്പെടാൻ കഴിയുന്ന സാമ്പത്തിക കരാറുകൾക്ക് സമിതി പരിധി നിശ്ചയിക്കും. ഈ പരിധിക്ക് പുറത്ത് സാമ്പത്തിക ഇടപാടുകൾക്ക് അനുമതി വാങ്ങണം. BCCIയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനും കരാറുകൾക്കുള്ള പരിധി നിശ്ചയിക്കാനും സ്വതന്ത്ര ഓഡിറ്ററെ നിയമിക്കാൻ സുപ്രീം കോടതി ലോധ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചു. ലോധ കമ്മിറ്റി നിർദ്ദേശപ്രകാരമുള്ള ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് 2 ആഴ്ചക്കകം സത്യവാങ്മൂലം നൽകണമെന്ന് BCCI പ്രസിഡന്റ് അനുരാഗ് ഠാക്കൂറിനും സെക്രട്ടറി അജയ് ഷിർക്കയ്ക്കും കോടതി നിർദ്ദേശം നൽകി. എന്നാൽ ലോധ കമ്മിറ്റി പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് BCCI. ഡിസംബർ 5-ന് കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. JNU വിദ്യാർത്ഥി നജീബിന്റെ തിരോധാനത്തിൽ പ്രതിഷേധം ശക്തം. ഡൽഹി ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ച് നടത്തി. വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ദില്ലിയിൽ നിന്നും M സന്തോഷിന്റെ റിപ്പോർട്ടിലേക്ക്. ABVP-കാരുടെ മർദ്ദനമേറ്റതിനു ശേഷം കാണാതായ നജീബിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യതലസ്ഥാനത്ത് അലയടിക്കുന്നത്. പോലീസിന്റെ എല്ലാ ബാരിക്കേഡുകളും തകർത്തുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇങ്ങോട്ടേക്ക് മാർച്ച് നടത്തുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ വെച്ച് തന്നെ പോലീസ് വിദ്യാർത്ഥികളുടെ മാർച്ചിനെ തടയുകയാണ്. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് സംഘടിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ മാർച്ച് ഉണ്ടാകും എന്നുള്ള അറിയിപ്പിനെ തുടർന്ന്, ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്ന് പല സ്ഥലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ കരുതൽ തടങ്കലിൽ എടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ പോലീസിന്റെ എല്ലാ സുരക്ഷാ വലയവും ഭേദിച്ചുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ പല സ്ഥലങ്ങളിൽ നിന്ന് സംഘടിച്ചായി ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഏതായാലും സമരം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. എന്നാൽ പല മേഖലകളിൽ നിന്നായി, പല സ്ഥലങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുകൂടി കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഏതായാലും നേരത്തെ തന്നെ വിദ്യാർത്ഥി നേതാക്കളെ പലരെയും പോലീസ് കരുതൽ തടങ്കലിൽ എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ മുൻകരുതലുകളും ഭേദിച്ചുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ എത്തിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. M സന്തോഷ്, ദില്ലിയിൽ നിന്നും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീൻസും ലെഗിൻസും വിലക്കി വൈസ് പ്രിൻസിപ്പാളിന്റെ ഉത്തരവ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഫോർമൽ വേഷം ധരിക്കണം. കിലുക്കമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനും ക്യാമ്പസിൽ വിലക്ക് ഏർപ്പെടുത്തി.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ധരിക്കേണ്ടതും അല്ലാത്തതുമായ വേഷങ്ങൾ ആൺപെൺ വേർതിരിവോടെ പറയുന്നതാണ് സർക്കുലർ. പെൺകുട്ടികൾക്ക് ജീൻസ്, ലെഗിൻസ്, ഷോർട്ട് ടോപ്പ് എന്നിവ ധരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. കൂടാതെ ചെരുപ്പും കിലുക്കമുള്ള ആഭരണങ്ങളും ധരിക്കാൻ പാടില്ല. ആൺകുട്ടികൾ ചെരുപ്പ്, ജീൻസ്, ടീഷർട്ട്, മറ്റു കാഷ്വൽ വേഷങ്ങൾ എന്നിവ ധരിക്കരുതെന്നാണ് സർക്കുലർ പറയുന്നത്. പെൺകുട്ടികൾ ഫോർമൽ വേഷങ്ങളായ ചുരിദാറും സാരിയും മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. കൂടാതെ മുടി ഒതുക്കി കെട്ടിവെക്കണം. ആൺകുട്ടികൾ ഫോർമൽ വേഷങ്ങൾക്കൊപ്പം ഷൂസും ധരിക്കണം. എല്ലാ വിദ്യാർത്ഥികളും വൃത്തിയുള്ള വേഷത്തിലാണ് എത്തേണ്ടതെന്നുള്ളതാണ് ആദ്യ നിർദ്ദേശം. വിദ്യാർത്ഥികൾ മേൽപ്പറഞ്ഞ ഡ്രസ് കോഡ് പാലിക്കുന്നുണ്ടെന്ന് വകുപ്പ് അധ്യക്ഷന്മാരും യൂണിറ്റ് മേധാവികളും ഉറപ്പുവരുത്തണമെന്നാണ് സർക്കുലറിലെ നിർദ്ദേശം. വ്യാഴാഴ്ച ചേർന്ന കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെന്റ് യോഗത്തിനു ശേഷമാണ് മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഇത്തരത്തിലുള്ള ഉത്തരവിറക്കിയത്. അതേസമയം ഇതാദ്യമായല്ല ഇത്തരം ഒരു സർക്കുലർ ഇറങ്ങുന്നതെന്നും വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ വേണ്ടിയാണിതെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഗിരിജകുമാരി: ഇത് പല ടീച്ചേഴ്സ് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കുട്ടികളുടെ ഡ്രസ് കോഡ് ശരിയല്ല, അവർ മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കുലർ റിമൈൻഡർ പോലെ കൊടുത്തതാണ്. എല്ലാ വർഷവും സർക്കുലർ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായം തിരക്കാതെയാണ് അധികൃതരുടെ തീരുമാനമെന്ന് മെഡിക്കൽ കോളേജ് യൂണിയൻ ചെയർമാൻ ജിബിൻ ജെയിംസ് പറഞ്ഞു. വിദ്യാർത്ഥികളുമായി ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള സംസാരം ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഒന്നും വന്നിട്ടില്ല, അറിയിച്ചിട്ടില്ല. നമ്മൾ ഈ സർക്കുലർ വരുമ്പോഴാണ് നമ്മൾ ഇത് ആദ്യമായിട്ട് അറിയണത്. അതേസമയം ഇത്തരത്തിൽ ഒരു സർക്കുലർ ഇത് ആദ്യമല്ലെന്നും വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ നടപടിയെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബി.ജെ.പി. നേതാവും എം.പിയുമായ വരുൺ ഗാന്ധി പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയെന്ന വെളിപ്പെടുത്തൽ ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുന്നു. ന്യൂയോർക്കിലെ അഭിഭാഷകനും ആയുധ ദല്ലാളുമായ എഡ്മണ്ട് അലനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്തയച്ചത്. സ്ത്രീകളെ ഉപയോഗിച്ചുള്ള ഹണി ട്രാക്കിൽ കുടുക്കിയാണ് വരുൺ ഗാന്ധിയിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്തിയത്. എന്നാൽ ആരോപണം തെളിയിക്കപ്പെട്ടാൽ രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിക്കുമെന്ന് വരുൺ ഗാന്ധി തുറന്നടിച്ചു. ആരോപണം ഉന്നയിച്ച അശോക് ഭൂഷൺ, യോഗേന്ദ്ര യാദവ് എന്നിവർക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കയ്യെഴുത്ത് ലോട്ടറികൾ എന്നറിയപ്പെടുന്ന വ്യാജ ലോട്ടറികൾക്ക് പിന്നിൽ സംഘടിത സംഘമുണ്ടെന്ന് ധനമന്ത്രി തോമസ് ഐസക്. വ്യാജ ലോട്ടറികളുടെ ഉറവിടം കണ്ടെത്താൻ ഉന്നതതല ദൌത്യസംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വ്യാജ കയ്യെഴുത്ത് ലോട്ടറികൾ വ്യാപകമാണെന്ന വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ ലോട്ടറികളുടെ സമാന ഘടന പരിഷ്കരിക്കുമെന്നും ധനമന്ത്രി സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ കയ്യെഴുത്ത് ലോട്ടറികൾ എന്നറിയപ്പെടുന്ന വ്യാജ ലോട്ടറികൾ വ്യാപകമാകുന്ന വിഷയം പ്രതിപക്ഷത്തിൽ നിന്ന് വി.ഡി. സതീശനാണ് അടിയന്തര പ്രമേയമായി സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. നേരത്തെ സംസ്ഥാനത്തുണ്ടായിരുന്ന സാന്റിയാഗോ മാർട്ടിനെ പോലുള്ള ലോട്ടറി മാഫിയകളാണ് കയ്യെഴുത്ത് ലോട്ടറികൾക്ക് പിന്നിൽ. ലോട്ടറി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഏജന്റുമാരും തമ്മിലുള്ള ബന്ധവും എഴുത്ത് ലോട്ടറിയുടെ പ്രവർത്തനത്തിലുണ്ടെന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. CPM നേതാക്കളിൽ പലർക്കും ഇപ്പോഴും ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധമുണ്ടെന്നും സതീശൻ ആരോപിച്ചു. അതേസമയം എഴുത്ത് ലോട്ടറികളുടെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇക്കാര്യത്തിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ ഉന്നതതല ദൌത്യസംഘത്തെ നിയോഗിച്ചതായി ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് മറുപടിയായി നിയമസഭയെ അറിയിച്ചു. ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദൗത്യ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇവർ ഈ കാര്യങ്ങൾ സമഗ്രമായി പരിശോധിച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്ന മുറയ്ക്ക് സർക്കാർ കർക്കശമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. വ്യാജ പേപ്പർ ലോട്ടറികൾക്ക് പിന്നിൽ സംഘടിത സംഘമുണ്ട്. ഇത്തരം കേസുകളിൽ IPC കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. കൂടാതെ വ്യാജ ലോട്ടറി കേസിൽപ്പെടുന്ന ലോട്ടറി ഏജന്റുമാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ധനമന്ത്രി സഭയിൽ ഉറപ്പു നൽകി. കേരള സംസ്ഥാന ലോട്ടറി ടിക്കറ്റുകളുടെ സമ്മാന ഘടന പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. ധനമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. സാന്റിയാഗോ മാർട്ടിനെ പോലുള്ളവരിലേക്ക് നിയമ നടപടികൾ എത്തുന്നില്ലെന്നും വ്യാജ ലോട്ടറിയുടെ പ്രവർത്തനം സംസ്ഥാന ലോട്ടറിയുടെ വരുമാനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കയ്യെഴുത്ത് ലോട്ടറികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പരിശോധന ശക്തമാക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിൽ വാക്കൌട്ട് നടത്തുന്നില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവും അംഗങ്ങളും സഭയിൽ തുടരുകയായിരുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ഭൂവിവരങ്ങൾ അടങ്ങുന്ന ഡേറ്റാ ബാങ്ക് അടുത്ത വർഷം മാർച്ചോടെ പ്രസിദ്ധീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. 852 വില്ലേജുകളിലെ റീസർവേ പൂർത്തിയായി. അടുത്ത വർഷത്തോടെ 2375 ഹെക്ടർ തരിശുഭൂമി നെൽകൃഷി യോഗ്യമാക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
അമിത നിരക്ക് ഈടാക്കുന്ന ദീർഘദൂര അന്തർ സംസ്ഥാന ബസ് സർവീസുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ സഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ ഭൂവിവരങ്ങളടങ്ങുന്ന ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരണം 2017 മാർച്ചോടെ പൂർത്തീകരിക്കുമെന്നും നിലവിൽ 328 പഞ്ചായത്തുകളിലെ ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിച്ചതായും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ആവശ്യമായ ഫീൽഡ് പരിശോധന നടത്തി കുറ്റമറ്റ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നതിന് കൃഷി വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 852 വില്ലേജുകളിലെ റീസർവേ പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു. 2017 സംസ്ഥാനത്തെ 2375.94 ഹെക്ടർ തരിശുഭൂമി നെൽകൃഷി യോഗ്യമാക്കുമെന്നും നിലവിൽ 1054 ഹെക്ടർ തരിശുഭൂമി നെൽകൃഷി യോഗ്യമാക്കി കഴിഞ്ഞതായും റവന്യൂ മന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. അമിത നിരക്ക് ഈടാക്കുന്ന ദീർഘദൂര സ്വകാര്യ ബസ് സർവീസുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. നിലവിൽ KSRTC ബസ്സുകളിൽ നടപ്പാക്കിയിരിക്കുന്ന GPS സംവിധാനം സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് 4005.28 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നതായും പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മദ്യവിൽപ്പനയിൽ 241.35 കോടി രൂപയുടെ വർധനവുണ്ടായതായും എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ സഭയെ രേഖാമൂലം അറിയിച്ചു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. പീപ്പിൾ ഫോളോ അപ്പ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിയൂൺ നിയമന ലിസ്റ്റ് ചോർന്ന സംഭവം രജിസ്ട്രാർ കുറ്റക്കാരനാണെന്ന് അന്വേഷണ റിപ്പോർട്ട്. രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണ് ലിസ്റ്റ് ചോർന്നത്. ജോയിന്റ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. ഈ റിപ്പോർട്ട് വൈസ് ചാൻസലർ പൂഴ്ത്തിയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ നിയമന ലിസ്റ്റ് ചോർന്ന വാർത്ത നേരത്തെ പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ജോയിന്റ് രജിസ്ട്രാറെ വൈസ് ചാൻസലർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ ചുമതലപ്പെടുത്തിയിരുന്നു. അന്വേഷണത്തിൽ നിയമന ലിസ്റ്റ് ചോർന്നത് രജിസ്ട്രാർ TM അബ്ദുൾ മജീദിന്റെ ഓഫീസിൽ നിന്നാണെന്ന് തെളിഞ്ഞു. അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട രേഖകളാണ് പുറത്തായത്. നിയമവിരുദ്ധമായി വ്യാജ വിൻഡോസ് ഉപയോഗിച്ചാണ് രജിസ്ട്രാറുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചിരുന്നത്. സംഭവത്തിൽ രജിസ്ട്രാർ കുറ്റക്കാരനാണെന്നും ജോയിന്റ് രജിസ്ട്രാർ CP ജോൺ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാതെ വൈസ് ചാൻസലർ പൂഴ്ത്തുകയായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. പിന്നീട് പ്രോ വൈസ് ചാൻസലർ P മോഹനൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ടും വൈസ് ചാൻസലർ പൂഴ്ത്തി. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ നിന്നും ഏജന്റുമാർ മുഖേന പണം വാങ്ങാൻ വേണ്ടിയായിരുന്നു നിയമന ലിസ്റ്റ് ചോർത്തിയത് എന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗുരുതര ക്രമക്കേട് നടത്തിയ രജിസ്ട്രാറെ സംരക്ഷിക്കുന്ന നിലപാടാണ് വൈസ് ചാൻസലർ സ്വീകരിക്കുന്നത്. ഇരുവർക്കുമെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും ആവശ്യം. കോഴിക്കോട് നിന്നും PV കുട്ടൻ. സ്വർലയ ദേവരാജൻ ദേശീയ സംഗീത പുരസ്കാരം വിഖ്യാത വയലിനിസ്റ്റും സംഗീതജ്ഞനുമായ ഡോക്ടർ L സുബ്രഹ്മണ്യത്തിന്. പിന്നണി സംഗീതജ്ഞൻ കണ്ണന്റെ സ്മരണാർത്ഥം ഈണം ഇന്റർനാഷണൽ സ്വർലയുമായി സഹകരിച്ച് ഏർപ്പെടുത്തിയ പ്രഥമ സംഗീത പുരസ്കാരത്തിന് സ്റ്റീഫൻ ദേവസിയും അർഹനായി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഇരു പുരസ്കാരങ്ങളും. MA ബേബി ചെയർമാനായ ജൂറിയാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വർലയ ചെയർമാൻ G രാജ്മോഹൻ, ചീഫ് കോർഡിനേറ്റർ RS ബാബു, ട്രഷറർ തോമസ് ഫിലിപ്പ് തുടങ്ങിയവരാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഇന്തോ ടിബറ്റൻ അതിർത്തിയിൽ കൊല്ലപ്പെട്ട NSG കമാൻഡോ K അനിൽകുമാറിന് ആദരം. പോലീസ് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നടുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. NSG അംഗങ്ങൾ, സൈനിക ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പങ്കെടുത്തു. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ്, കേരള പോലീസ്, NSG എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്.